ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലാതെ വെച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞാനത് മറന്ന് അതങ്ങനെ പോയി. ഇപ്പം ഞാൻ വെറുതെ ഗാലറിയിൽ നിന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഡെസ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെയുള്ള ഡെസ്കിന് ഞാനൊരു ചെറുതായിട്ടൊരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നും വീഡിയോ എടുക്കുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ എന്നും ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കും തന്നെ ഒരു എന്തോ പോലെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാറുണ്ട്. പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ചെറുതായിട്ടൊരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു മേക്ക് ഓവർ ഒന്നുമല്ല, ചെറുതായിട്ടൊരു മേക്ക് ഓവർ. മെയിനായിട്ട് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻവയിൽ സെറ്റ് ചെയ്തായിരുന്നു. അത് പിന്നെ സ്റ്റുഡിയോ പോയിട്ട് പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. A3 ഷീറ്റിലാണ് കേട്ടോ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 60 രൂപ എങ്ങാണ്ടോ അത്രയേ ഉള്ളൂ ആയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡെസ്കിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഒരു പിങ്ക് ആയതുകൊണ്ട് ഞാൻ ഒരു പിങ്ക് തീമിൽ തന്നെയാണ് വാൾ പോസ്റ്റേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വാളിൽ ഒട്ടിക്കണം. ഒട്ടിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനാണ്, ഓരോന്ന് എവിടെ വെക്കണം. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഡെസ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും ഒക്കെ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അത് എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അവിടെ കൊണ്ടുവരണം. അത് കാണാനൊക്കെ നമുക്ക് തന്നെ അടിപൊളിയാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അങ്ങനെ നമ്മുടെ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ച് ഓരോന്ന് അവിടെ വെക്കണോ അവിടെ വെക്കണോ, അവസാനം എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഒരു ഡെസ്കിന് ചെറുതായിട്ടൊരു മേക്ക് ഓവർ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഉള്ള സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് ചേഞ്ച് വരും. ഈ ഒരു മേക്ക് ഓവർ ചെയ്ത സമയത്ത് എൻ്റെ ഡെസ്കിൽ പുതുതായിട്ട് വന്ന കുറച്ച് ഐറ്റംസ് ആയിരുന്നു. ഈ ടുലിപ്പിൻ്റെ ഫ്ലവറും വേസും പിന്നെ ആ ഒരു ഡിജിറ്റൽ ക്ലോക്കും 2 ടയർ ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസറും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുള്ള ഒരു മേക്ക് ഓവർ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറേ വേണ്ടാത്ത കച്ചറ സാധനങ്ങളൊക്കെ ഉണ്ടാവും ബാസ്ക്കറ്റിലൊക്കെ ആയിട്ട്, അതൊക്കെ ഒഴിവാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു 4 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.